സിനിമാ കോൺക്ലേവ് സമാപന സമ്മേളനത്തിൽ വിമർശനവുമായി അടൂർ ഗോപാലകൃഷ്ണൻ. SC വിഭാഗത്തിൽ നിന്ന് സിനിമ എടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്ന് പരാമർശം. ചലച്ചിത്ര കോർപ്പറേഷൻ വെറുതെ പണം നൽകരുതെന്നും സ്ത്രീയാണെന്ന് കരുതി മാത്രം പണം നൽകരുതെന്നും അടൂർ. സിനിമാ സംഘടനകൾക്കും വിമർശനം. പരാമർശത്തിനെതിരെ സദസ്സിൽ നിന്ന് പ്രതിഷേധം. സംസ്ഥാനത്ത് 5 ദിവസം തീവ്ര മഴ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യത. ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിനി പീഡനത്തിന് ഇരയായതായി പരാതി. കാറിൽ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്ന ആരോപണം. പെൺകുട്ടി താമസിച്ച ഹോസ്റ്റലിന്റെ ഉടമ കോഴിക്കോട് സ്വദേശി അഷ്റഫ് പിടിയിൽ. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രിമാരായ P. രാജീവും ഡോക്ടർ R. ബിന്ദുവും. VC നിയമനത്തിൽ സമവായം വേണമെന്ന മന്ത്രിമാർ. താൽക്കാലിക VCമാരുടെ പുനർനിയമനം സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമെന്ന് രാജ്ഭവന്റെ മറുപടി. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ സർക്കുലർ ഇറക്കി രജിസ്ട്രാർ മിനി കാപ്പൻ. ഭരണകാര്യങ്ങളിൽ ഇടപെടരുതെന്ന് നിർദ്ദേശം. ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങൾ ശരിവച്ച് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. യൂറോളജി വിഭാഗത്തിൽ ഉപകരണങ്ങൾ എത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടായതായി കണ്ടെത്തൽ. ഡോക്ടർ ഹാരിസിന്റെ വിശദീകരണം നാളെ കേൾക്കും. നടപടി ഉണ്ടായാൽ എതിർക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഇടുക്കി മൂന്നാർ പഞ്ചായത്ത് 200ഓളം നായ്ക്കളെ കൊന്ന് കുഴിച്ചുമൂടിയതായി പരാതി. കൊന്നവയിൽ വളർത്തുനായ്ക്കളും. അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ പഞ്ചായത്ത് അധികൃതർക്കെതിരെ കേസ്.